ഡാഡി ഇനിയാണ് ഡാഡിയും മമ്മിയും പൊളിക്കാൻ പോകുന്നത്. എന്താണെന്നറിയോ? കംപ്ലീറ്റ് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരുന്നൊരു പൊളിയുണ്ട് എല്ലാരും കൂടെ. 400 രൂപയുടെ ബ്ലാക്ക് ടീ എല്ലാരും കണ്ടോളൂ. 400 രൂപ ഒരു ബ്ലാക്ക് ടീ വാങ്ങിച്ചത്. റെഡിയായി പോണ്ടേ? ആ സന്തോഷം നോക്ക്. നമ്മളെവിടെ ഇരിക്കുന്നു, അവര് വേറെ പ്ലെയിൻ, നമ്മള് വേറെ പ്ലെയിൻ. മമ്മി ബായ് പറയുന്നു. ബായ് പറഞ്ഞോ? ഓ, ഇങ്ങനെ ഇരുന്നാണ് കാണാൻ പോകുന്നത്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. എൻ്റെ ഭയങ്കര എനർജി അല്ലേ മുഖത്ത്. അതൊന്ന് നമ്മുടെ ബോട്ടോക്സ് ഒക്കെ ചെയ്തത്, ഇവിടുത്തെ ക്രൂലൈൻസ് ഒക്കെ പോയി എനിക്കതൊരു 10 വർഷം യങ്ങായി കാണും. ഇത് നിങ്ങൾ എന്താ ചോദിക്കുന്നത്? ഒന്നും ചെയ്തതല്ല, സന്തോഷം കൂടി ഡിംപിൾ വരുന്നതാണ്. സോ വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. എൻ്റെ ഫേവറേറ്റ് കൺട്രി ഇൻ ദ വേൾഡിലേക്കുള്ള ട്രാവലാണ്, ചൈനയിലേക്കുള്ള ട്രാവലാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എക്സൈറ്റ്മെൻ്റ് ആണ്. ആദ്യമേ ഗ്യാങ്ങിനൊക്കെ കാണിക്കട്ടെ. 416 എന്താ എന്നോട് വന്ന് പറഞ്ഞേ? അല്ല, എന്താ ഇപ്പം എന്നോട് വന്ന് പറഞ്ഞേ? എന്താ ഓടി വാപ്പ അമ്മയുടെ ബാക്ക് പോയി ചൊറിയാൻ. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ചൊറിയുന്നു. സോ വെൽക്കം ടു അവർ എന്താ പറയണ്ടേ, ഡ്രീം ട്രിപ്പ് എന്ന് തന്നെ പറയാം അല്ലേ? ഓക്കെ, അതെ, ബുക്ക് ചെയ്തിട്ട് കുറേ ആയി. എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമേ എല്ലാം ഒന്ന് ഇൻട്രൊഡക്ഷൻ എടുക്കട്ടെ. നോക്ക്, ആദ്യം തന്നെ അമ്മയും മോനും പച്ച. രണ്ട് ഇപ്പൊ വേദുവിന്റെ ബാക്കും ചൊറിയുന്നു. ഞാൻ ചൊറിഞ്ഞു തരാം. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും ഇത്തവണ അഡിഡാസ് ഷൂസാണ്. വേദുവിൻ്റെ ഇത് റോയ് ചേട്ടൻ തന്നാണ് ഖത്തർ. എൻ്റെ ഇത് ഞാൻ ജപ്പാനിലൊക്കെ ഇട്ട ഷൂ. പ്രിയയുടെ ഞാൻ പുതിയതായിട്ട് വാങ്ങിക്കൊടുത്ത ഒരു ഷൂ. ഇതിന് ഈ ട്രിപ്പിന് വേണ്ടി മാത്രം, കാരണം നടക്കാനും ഉണ്ട്. ആൻഡ് ഈ ഷൂസ് കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് പറയാം, എല്ലാവർക്കും ട്രാവൽ ഷൂസ് ആയിട്ട് ഉപയോഗിക്കാം. ഏറി പോകുന്ന പോലെ. അത് ഈ വ്ളോഗ് കഴിയുമ്പോൾ ഏറി പൊയ്ക്കോളൂ. ഗൈസ്, ഞാൻ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ചൈനയിലേക്ക് ഇപ്പം ആക്ച്വലി ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ഫ്ലോണ്ടി ഇല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രാവലേഴ്സിനൊരു ക്രെഡിറ്റ് ആണ് ഇങ്ങനെ പാസ്പോർട്ടിൽ വിസ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്ന ഓരോ രാജ്യങ്ങളിൽ പോകുന്നത്. ഇപ്പോൾ എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഏറ്റവും ഫ്ലോണ്ടിങ് വാല്യൂ ഉള്ള ഒരു വിസ ചൈനയുടെയാണ്. ഇപ്പോൾ ഐഷോ സ്പീഡ് എന്ന് പറഞ്ഞ യൂട്യൂബർ ചൈനയിൽ പോയിട്ട് വെസ്റ്റേൺ മീഡിയയുടെ പ്രൊപ്പഗൻഡ മൊത്തം പൊളിച്ചെടുത്ത് എവ്രി വൺ വോണ്ട്സ് ടു ഗോ ടു ചൈന. പക്ഷേ ചൈന ഇപ്പം ഇന്ത്യൻസിന് ടൂറിസ്റ്റ് വിസ ഓൾമോസ്റ്റ് കൊടുക്കുന്നില്ല. സോ നിങ്ങൾ ടൂറിസ്റ്റ് വിസ തരാവുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഭയങ്കര പാടാണ്. ഞങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു. വേദുവിനൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇൻവിറ്റേഷൻ അത് കുറേ ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഈസി ടു ഗോ ടു ചൈന, നമ്പർ 1. സെക്കൻഡ്ലി, ഡാഡിക്ക് ചൈന വിസ കിട്ടിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു, അതും കൂടെ ഇപ്പോൾ ഇടാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടിട്ടോ കേട്ടോ. പിന്നെ ചൈനയുടെ കുറേ കാര്യങ്ങൾ ഞാൻ പറയാം, ഈ ജേണി കൂടെ തന്നെ പറയാമല്ലോ. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് കൊച്ചി ടു സിംഗപ്പൂർ ടു ഷാങ്ഹായ്, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ പോകുന്ന ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കും. സോ ഓരോന്നായിട്ട് പറയാവേ. വെരി എക്സൈറ്റഡ്. ഐ തിങ്ക് സോ വി ആർ ഗോയിങ് ടു ദ ബെസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസ കിട്ടാൻ പാടാണ്, അറിയാലോ. വേദുവിന് കിട്ടി. നമ്മുടെ വിസ ഇപ്പം ക്യാൻറ്റൺ ഫെയർ നടക്കുവാണ്. ഞാനും പ്രിയം പോയില്ലേ, അതുകൊണ്ട് ഭയങ്കര റഷും ഭയങ്കര റിജക്ഷനാണ്. ജെനുവിനായിട്ട് ഇനി എപ്പോ വേണമെങ്കിലും പോകാലോ, നമുക്ക് അങ്ങനെയൊന്നും വിചാരിക്കരുത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ എന്താ ഇല്ല, അത് റീഫണ്ട് കിട്ടും. ഞാൻ ചോദിച്ചു, 70% കിട്ടും 5-ാം തീയതി വരെ. അത് കിട്ടും, 70% കിട്ടും. അത് തന്നെ ഭാഗ്യമല്ലേ. പക്ഷെ ഇതിലിപ്പോൾ പ്രശ്നം പറ്റിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മിയുടെ സാങ്ഷനായി. മമ്മിക്ക് സാങ്ഷനായി, ഡാഡിയുടെ സാങ്ഷനായില്ല. മമ്മി ഒറ്റയ്ക്ക് ഡാഡി ഇല്ലാതെ വന്നതിന് എന്ത് കാണാനാ? കാര്യമൊന്നും അറിയില്ല. മമ്മിക്ക് സാങ്ഷനായി എന്ന് പറഞ്ഞു. അത് എനിക്ക് വൈകിയേ വരില്ല. രണ്ടുവട്ടം വന്നു പാസ്പോർട്ട്, തിരിച്ചു വന്നു. പാസ്പോർട്ടിലാണ്
അത് ഇന്നാ വന്നേ. ഇപ്പളാ എന്നോട് പ്രിൻസ് വിളിച്ചു പറഞ്ഞേ. ഷോപ്പിൽ നിന്നാ വന്നത്. കണ്ടോ, ഷോപ്പിലെ അഡ്രസ്സാ. ഉണ്ട് അല്ല റീസൺ ഇതുണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ കണ്ട വന്നത് മനസ്സിലായോ അതില്? കണ്ണാടിയൊന്നും വേണ്ട, വീസ കിട്ടി. എനിക്കറിയാം ഇത് ബ്ലോഗിന് പറ്റിക്കുന്ന സന്തോഷം കേട്ടാ. ഡാഡി പൊളിക്കുവരും ചൈന പൊളിച്ചെടുക്കണ്ടേ? അടിപൊളി. മമ്മിക്കൊക്കെ കിട്ടി നേരത്തെ. എല്ലാം സെറ്റ്. ഇനി അവിടെ ഫ്ലൈറ്റിൽ കയറി പോയാ മതി. ഓ ഉണ്ട്. ഡാഡിക്ക് എത്ര അവിടെ മൾട്ടിപ്പിൾ എൻട്രിക്ക് തന്നിരിക്കുന്നവര്. ഓ സന്തോഷം കേട്ടാ. ആ അറിയോ, പ്രിയക്ക് റിജക്ട് മൾട്ടിപ്പിൾ എൻട്രി. മാർച്ച് തൊട്ട് ജൂൺ വരെ 2 കട. നമുക്ക് ഒരുപാട് ഇനി ബിസിനസിനും കൂടെ പോവാം. ഓ പവറാണത്. ഈ വയസ്സും ഫോട്ടോയും വെച്ച് നോക്കുമ്പോൾ വളരെ യങ്ങായിട്ട് നിൽക്കുന്നു. വെരി ഹെൽത്തി പേഴ്സൺ. എന്തായാലും ഉണ്ടാവുന്നത്. ആരുടെ? തോറിന്റെ സ്പ്രേയോ? നമുക്ക് ഓക്കെ. അതെ, എയർപോർട്ടിൽ വന്നത് പ്രിയക്ക് ഇന്ന് ട്രിപ്പിന്റെ തുടക്കം തന്നെ ഉണ്ടല്ലോ. ആ മുഖത്തെ സ്പാർക്ക് കണ്ട. എന്താ കാര്യം എന്ന് പറ. നമ്മൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞു അകത്തോട്ട് വന്നപ്പോൾ നമ്മളെ മീറ്റ് ചെയ്യാൻ ഒരു ഫാമിലി വന്നു. അവർ ബാങ്കോക്കിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ വ്ളോഗ് കാണാറുണ്ട്, ഞങ്ങൾ കണ്ണൂരാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണു എന്ന് വെച്ചു ഞാൻ ചോദിച്ചു. അപ്പോൾ അവരാണ് പടശ്ശേരിക്കടവ് മുത്തപ്പന് അവരുടെയാണ് അമ്പലം. ശരിക്കും 2 ദിവസം മുമ്പ് എന്റെ ചേച്ചി പോയതേ ഉള്ളൂ. അവർക്ക് അവിടെ തൊഴാൻ പോലും പറ്റിയില്ല, തിരക്ക് കാരണം. ധനേഷ് എന്ന് പറഞ്ഞ ആ ചേട്ടനെ കണ്ടേ നമ്മള്. അപ്പോൾ നമ്മുടെ വ്ളോഗെല്ലാം കാണാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മുത്തപ്പൻ്റെ അമ്പലം നിങ്ങളുടെയാണോ? അവരായിരിക്കും മാനേജ് ചെയ്യുന്നത്. കുടുംബക്ഷേത്രം. അപ്പൊ ഇനി പോകുമ്പോ ഒരു കുഴപ്പമില്ല, വേഗം വാങ്ങിച്ചു ചേട്ടനെ വിളിച്ചാൽ മതി. ഇത് നമ്മളൊക്കെ പോയത് എപ്പോഴും ഇവനെയൊക്കെ പ്രസവിക്കും. ഇനി നമ്മള് വരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനായിരിക്കും ചിലപ്പോ ഇത് നമ്മളെ ഓർമ്മിപ്പിച്ചേ. അടിപൊളിയല്ലേ? എന്താ അമ്മ ഒരു ഈ ട്രിപ്പിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറ. എന്താ? ഡാഡി വെജും മമ്മി നോൺ വെജ്. ഓ ചിക്കൻ ബിരിയാണി അടിച്ച് കയറ്റുന്നു. ചൈന പൊളിക്കും മമ്മി. ഓ ഡാഡിക്ക് നമ്മള് വെജ് തപ്പി. അതെ അതെ. ഈ സമ്മർ വെക്കേഷൻ തുടങ്ങിയിട്ട് എയർപോർട്ട് ഭയങ്കര കാലിയാണ്. ലോഞ്ച് ആക്ച്വലി കുറേയും കൂടെ ബെറ്റർ ഇൻ ദ സെൻസ് ഒബ്വിയസ്ലി ആ ഉള്ള സെറ്റപ്പ് കൊള്ളില്ലല്ലോ. ഇവിടെ മെയിൻ പ്രശ്നം ഇവിടെ ലേ ഔട്ട് ഭയങ്കര മോശമായിപ്പോയി. ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കുറഞ്ഞു പോയി. പക്ഷേ ഫുഡ് കുറേയും കൂടെ ബെറ്റർ, കുറേയും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സ്പ്രെഡ് തന്നെ കുറച്ചും കൂടി ടേസ്റ്റിയർ ആയിട്ടുണ്ട്. എനിക്കൊന്നും ഇപ്പോൾ ക്രൗഡ് അവർ ഭയങ്കര സ്ട്രിക്റ്റായി പകുത്ത് കയറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനും പ്രിയൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വൈഫാണെങ്കിൽ പോലും അല്ലെങ്കിൽ എൻ്റെ ഫാദർ ആണെങ്കിൽ പോലും എനിക്ക് 2 കാർഡ് ഉണ്ടെങ്കിൽ അവരെ കയറ്റില്ല. അവരുടെ പേരുള്ള കാർഡ് വേണം. അത് സാധാരണ ഞാൻ വേറെ ഒരു എയർപോർട്ടിലും കണ്ടിട്ടില്ല. പക്ഷേ അത്ര സ്ട്രിക്റ്റായിട്ടാണ് എൻഫോഴ്സ് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ ഒബ്വിയസ്ലി അവരുടെ ഇഷ്ടം. പ്രോബ്ലം ഇസ് ദ ലേ ഔട്ട്. വളരെ മോശം ലേ ഔട്ടാണ്. ഫുഡ് സ്പ്രെഡ് ബാക്കിയുള്ള എയർപോർട്ടിൻ്റെ ലോഞ്ചസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ബാഡ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷേ എയർപോർട്ട് കണ്ട കാലിയായിട്ടുണ്ട്. ആരുമില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല. സമ്മർക്കേഷനായിട്ട് എല്ലാവരും ബോണ്ടാണ്. പക്ഷേ ഐ ഡോണ്ട് നോ. വേദുവിനെ നോക്ക്, 416 456 എല്ലാവരും ചോദിക്കും കേട്ടോ. ചൈനയിൽ 456 ഭയങ്കര ഫാൻസാണ്. ഐഷോ സ്പീഡ് ചൈനയിലുണ്ടായിരുന്നു, അറിയോ? ഡാഡി ഇനിയാണ് ഡാഡിയും മമ്മിയും പൊളിക്കാൻ പോകുന്നത്. എന്താണെന്നറിയോ? കംപ്ലീറ്റ് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരുന്നൊരു പൊളിയുണ്ട് എല്ലാവരും കൂടെ. ഡാഡി പ്രാക്ടീസ് ചെയ്താ എന്തിനാ ഇന്ത്യൻ ക്ലോസറ്റിലിരുന്ന്? അത് കയറ് കെട്ടി പോയി പിടിക്കണം. ഡാഡിയോട് പറയണേ, മേളിൽ നിന്ന് ഒരു കയറ് കെട്ടി കൊടുക്കുക, ഡാഡി അവിടെ പിടിച്ചിരുന്നോളാം. എന്നിട്ട് എഴുന്നേക്കുമ്പോൾ അതുപോലെ എഴുന്നേറ്റോളാം. മമ്മീനെ യോഗയൊക്കെ ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അല്ല മമ്മി? ഏറ്റവും രസമായിരിക്കും അറിയോ? പ്രിയ മോഹൻ. അത് കാണിച്ചു കൊടുക്ക അവിടെ എത്തിയിട്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു. ഈ വ്ളോഗിന്റെ അവസാനം നമ്മൾ ഷാങ്ഹായ് നമ്മുടെ റൂമിലായിരിക്കും. എന്താ അല്ലേ? ഏകദേശം 11 മണിക്കൂർ മാത്രം, 12 മണിക്കൂർ മാത്രം ഫ്ലൈയിങ് ടൈം. പിന്നെ സിംഗപ്പൂർ എയർപോർട്ടിൽ 4 hours.
16 hours ജേർണി. നമ്മളിവിടെ ഇരിക്കുന്നു, അവര് വേറെ പ്ലെയിൻ, നമ്മൾ വേറെ പ്ലെയിൻ. മമ്മി ബായ് പറയുന്നു. ബായ് പറ. പറഞ്ഞോ? അവര് സിംഗപ്പൂരിലേക്കായിരിക്കും പോകുന്നത്. നമുക്ക് TV ഒന്നും ഇല്ലാത്ത പ്ലെയിനാണ്. ഫുഡില്ല, TV ഇല്ല, ബാത്റൂം ഇല്ല. ഒരു കാര്യം ചെയ്യാം, പാമ്പർ വാങ്ങട്ടെ. ഇത് കണ്ട വല്യച്ചയുടെ അമ്മന്ന് അവിടെ മല്ലികാൻഡി ഉണ്ടായിരുന്നു കേട്ടാ. പുള്ളിപ്പോ എംബ്രാൻ കോൺട്രോസി ആണല്ലോ. ആസ് യൂഷ്വൽ സിംഗപ്പൂർ എയർലൈൻസ് ഇസ് സോ അമേസിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ അത്യാവശ്യം ലെഗ് നല്ല ലെഗ് ഉണ്ട്, നല്ല സീറ്റ് ആണ്. ഈ എന്റർടൈൻമെന്റ് സിസ്റ്റം ഇസ് ഓസം ആക്ച്വലി. മലയാള സിനിമ ഏതൊക്കെ ഉള്ളതെന്ന് അറിയോ? വാഴ, ആവേശം, കിഷ്കിന്ധകാന്തം, പ്രേമലു. മലയാളം തന്നെ ഇത്രയുണ്ട്. നല്ല ഫുഡ് വരും ഇപ്പൊ അല്ലെ. വേദുവിന് സോണിക് 3 ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ഇയർഫോൺസും ഹെഡ്ഫോൺസും ഉണ്ട്. അതുപോലെ ഒരു ഡ്രോയിങ് കിറ്റ് കൊടുത്തു. വാട്ട് എ ഫ്ലൈറ്റ്. സിംഗപ്പൂർ എയർലൈൻസ് പറക്കാൻ പറ്റി എപ്പോഴും ഇവിടെ തന്നെ പോവാം. ഈവൻ ഇത് കണ്ട ഈ ബാക്ക് റെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതുപോലൊക്കെ ഹെഡ് റെസ്റ്റ് പോലെ അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ സീറ്റ് ഇസ് ഓൾസോ സോഫ്റ്റ്, കംഫർട്ടബിൾ, അടിപൊളി. പ്രിയനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ വേദുവിന്റെ ചൈൽഡ് മീൽ നല്ലതാണ്. ചിക്കൻ ഫിംഗേഴ്സ് വിത്ത് ബോയിൽഡ് പൊട്ടാറ്റോ, ബോയിൽഡ് വെജിറ്റബിൾസ്, മാഷ് പൊട്ടാറ്റോ, റേസൻസ്. അത് പ്രിയ എടുത്ത് കഴിച്ചു. മുന്തിരി, ഉണക്ക മുന്തിരി, പിന്നെ കിറ്റ് കാറ്റ്, ഒരു പുഡിംഗ്, ബണ്ണ്, എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളി. നമുക്ക് കിഡ്സ് മീൽ റിക്വസ്റ്റ് ചെയ്താൽ ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഫുഡ് നേരത്തെ വന്നു. ഇതൊരു ടിപ്പാണ്. ഓക്കെ, ഫുഡ് വേണമെങ്കിലുണ്ടല്ലോ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യണ്ടെങ്കിൽ സ്പെഷ്യൽ മീൽ റിക്വസ്റ്റ് ചെയ്താൽ അതാണ് ടെക്നിക്ക്. അപ്പൊ ആർക്കും കിട്ടിയിട്ടില്ല. ഇപ്പൊ എനിക്കൊന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മള് സ്പെഷ്യൽ മീൽ റിക്വസ്റ്റ് ചെയ്ത് ഇതുപോലെ ആദ്യമേ കൊണ്ടുവന്ന് തരും. ഒരു ഹാക്കാണ്, ട്രാവൽ ഹാക്ക്. എനിക്ക് നോക്കിയിട്ട് അതുപോലെ കണ്ടാൽ കൊതിയായിരുന്നു. നല്ല ബീഫും പൊട്ടേറ്റോയും ഒരു ചിക്കൻ സാലഡ്, എന്തോ ഡിസേർട്ട്, ടിപ്പും ഉണ്ടാവും. ചിക്കൻ സാലഡ്, പാൽപ്പൊടി, ഇതിന്റെ ചായ കോഫി കൊണ്ടുവന്നു. അടിപൊളി അല്ലേ? ഡിസേർട്ടിനൊക്കെ പെർഫെക്ഷൻ നോക്ക്. ജെല്ലി, മാംഗോ ജെല്ലിയോ അങ്ങനെയൊക്കെ. നോക്ക് അതിന്റെ മുകളിലുള്ള ബബിൾസും. It's like ripe mango jelly. അടിപൊളി. And this is Vedun's cheesecake. I kept it for you. എഴുന്നേറ്റാടാ, അതെ എത്തി. തങ്കു സ്കൂട്ടർ പെട്ടി എടുത്തോ. ബാ എത്തി. ഇവിടെ ഒരാള് വീശിക്കൊണ്ടിരിക്കുന്നു ഫ്ലൈറ്റിൽ. ചൂടെടുത്തിട്ട് ഭയങ്കര ചൂടായിരുന്നു ഫ്ലൈറ്റ്. എല്ലാവരും എക്സൈറ്റ്മെന്റും ഉറക്കമില്ലായ്മയൊക്കെ മാറി. കാരണം എന്താ, സിംഗപ്പൂർ എയർപോർട്ട് ഓർമ്മയുണ്ട് ചെറുതായിട്ട് ഇവിടെയൊക്കെ നടന്നത്. ഡാഡി എങ്ങനെയുണ്ട് സിംഗപ്പൂർ എയർപോർട്ട്? ഇത് നോക്കിക്കേ, എന്ത് രസമല്ല. ഞാനേ ബാംഗ്ലൂർ എയർപോർട്ട് ഇപ്പൊ എന്റെ ഫേവറേറ്റ് ആയി. പക്ഷെ എന്നാലും സിംഗപ്പൂർ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഉള്ളൂ തോന്നും. ബാംഗ്ലൂർ പോകുമ്പോ ഓപ്പോസിറ്റ് തോന്നും. എല്ലാം ഇഷ്ടമാണ്, യാത്ര ഇഷ്ടം, അതുകൊണ്ട് എല്ലാം ഇഷ്ടപ്പെടും പൊതുവെ. അപ്പൊ ഇനി വേദന പെട്ടി കിട്ടില്ല. പോന്നു സ്ലോ മോഷൻ പോലെയാ പോകുന്നത്. ഡാഡി മോള് സൺസ്ക്രീൻ ഇടാൻ പോയതാ കേട്ടാ. ഒരു മണിക്കൂർ വെള്ളം വരുന്നത് സൺസ്ക്രീൻ ആയിട്ട് എന്താ ബന്ധം? ഇത് വേർത്തതാണോ? എന്റെ പ്രിയ, വീട് പോലെ അല്ല ഒരു വെളി വരുമ്പോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഡാഡി ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. ചെയ്യരുത്, അങ്ങനെ സൺസ്ക്രീൻ ഇടാ. അല്ലാതെ പ്രിയ ഞാൻ ഒരു ദിവസം ടൈം ലാപ്സിൽ എടുക്കും. നോക്കിക്കോ പ്രിയ സൺസ്ക്രീൻ ഇടുന്നത്. വാ ഡാഡി, ടെർമിനൽ 3 പോണം. ടെർമിനൽ 3 രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഒരു ഷുഗർ കെയിൻ ജ്യൂസ് ഫ്രഷ് ആയിട്ട് അവർ അടിച്ചു തരും. വേണോ? 200 രൂപ ഉള്ളൂ. അല്ല, നാട്ടിലത്തെ. ഇവിടെ 3. നാട്ടിലെ 30 രൂപ ഉള്ളൂ അമ്മി. എന്ത് രസം നോക്കി സിംഗപ്പൂരിലെ ആ ജ്വല്ലിലേക്കൊക്കെ ഒന്ന് പോവാൻ തോന്നുന്നു. മമ്മി ഒന്ന് ഇറങ്ങണം. നമുക്ക് മറ്റേ എന്ത് ഹോട്ടലായിരുന്നു സിംഗപ്പൂർ മമ്മിയുടെ ഹോട്ടല്? എന്തോ വില്ല, കോമള വില്ലാസാ. പോണോ മമ്മി കോമള വില്ലാസിലേക്ക് ഒന്ന്? മമ്മിക്ക് സിംഗപ്പൂർ ഒരു ഹോട്ടലുണ്ട് കേട്ടാ, കോമള വില്ലാസ്. പച്ചപ്പൊക്കെ
ഓൺലി പ്രോബ്ലം വെളിയിലത്തെ ടെമ്പറേച്ചർ ഏകദേശം ഒരു 38 ഡിഗ്രി. സമയം നോക്കിയത് നന്നായി കേട്ടാ. ഞാൻ ആക്ച്വലി 1:30 ഫ്ലൈറ്റ് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ. അപ്പോൾ പയ്യെ ലോഞ്ചിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഫ്ലൈറ്റ് ഇസ് അറ്റ് 12 o'clock. സോ 11:30 ബോർഡിങ്. അത് മീൻസ് ഇനി ഒരു അരമണിക്കൂറും കൂടെ ഉള്ളൂ. ഭാഗ്യ സമയം ഡാഡി നോക്കിയത്, അല്ലെങ്കിൽ ഇവിടെയും പോയാന്. ഡാഡിയെ ഒരു ബ്ലാക്ക് കട്ടൻ ചായ ഇവിടുന്ന് പോയി വാങ്ങിയ. അപ്പോൾ വന്ന് പറയാം 6 രൂപയേ ഉള്ളൂന്ന്. 400 രൂപ കൊടുത്തിട്ട് ഹാർട്ട് അറ്റാക്കില്ല കട്ടൻ ചായക്ക്. ആ വരുന്നുണ്ട് ഡാഡി. 400 രൂപയുടെ ബ്ലാക്ക് ടീ എല്ലാരും കണ്ടോളൂ. 400 രൂപ ഒരു ബ്ലാക്ക് ടീ വാങ്ങിച്ചത്. ഡാഡിക്ക് പറയാലോ. അതെ. ഡാഡി ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല നാച്ചുറൽ ആയിട്ട് വരുന്നോണ്ട് ഒരു ഫ്രഷ്നെസ് ഫീലിംഗ് ഉണ്ട്. ഇതൊന്നും ഇനി കാണിക്കുന്നില്ല. കണ്ട് എല്ലാവരും എടുത്തത്. ഇവിടെ ഒരു പുതിയ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു, പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള ടൈമില്ല. ഇത് ഡാഡി ഇവിടെ നിന്നാണ് വാങ്ങിയിരിക്കുന്നത് കോഫി. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇങ്ങനത്തെ ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു എയർപോർട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 7-Eleven ഉണ്ട് കേട്ടോ. അത് എവിടെയാണെന്ന് ഓർമ്മയില്ല. ശരിക്കും ലോഞ്ചിൽ കയറുന്നത്, പക്ഷേ വെറുതെ 15 മിനിറ്റേക്ക് ലോഞ്ചിലേക്ക് ഓടിപ്പോയി പിന്നെ തിരിച്ച് ഓടി വന്ന് അതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ചു. സിംഗപ്പൂർ എയർലൈൻസ് ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ പ്രിയ, അടുത്ത ഫ്ലൈറ്റ് 7 മണിക്കൂർ ലാൻഡിങ് ചൈന ഷാങ്ഹായ്. വേറെ ലെവലായിരിക്കും. ആൻഡ് ഒരു സർപ്രൈസ് ചിലപ്പോൾ കാണും. ഫ്ലൈറ്റിൽ കയറുമ്പോൾ ബിസിനസ് ക്ലാസ് ആണെങ്കിലോ. ദേ വരുന്നു കേട്ട്. അപ്പോഴേക്കും ആള് ഓടി എത്തി. സർപ്രൈസാ? ഒരു ലേഡി ആയിരിക്കും. അവിടെ എന്തിനാ നമ്മൾ പോകുന്നറിയോ? വേദുവിനെ സ്കൂളിൽ ചേർക്കാൻ. റെഡിയായി പോണ്ടേ? ആ സന്തോഷം നോക്ക്. പ്രീമിയം ഇക്കോണമി ക്ലാസ് ഉണ്ട്. അത് എല്ലാ സെക്ടറിലും ഇല്ല, പക്ഷെ അത് കിട്ടിയാലും നമുക്ക് ബിറ്റ്വീൻ ബിസിനസ് ക്ലാസ് ആൻഡ് ഇക്കോണമി ക്ലാസ് ഉള്ള ഒരു സെക്ടറാണ്, ഒരു സീറ്റിംഗ് ആണ്. അത് നല്ലൊരു ഓപ്ഷനാണ് ശരിക്കും. പ്രിയ കയറി ഇരുന്നോ. ആ ഇതാണ് നല്ല ഫ്ലൈറ്റ്. ഇതാണ് പ്രീമിയം ഇക്കോണമി. കണ്ട, ബിസിനസിനെ കാട്ടി ചെറുത്, പക്ഷെ ഇക്കോണമിനെ കാട്ടി വലുത്. ലോട്ടറി അടിച്ചു കണ്ടാ കണ്ടാ. ഇതാണ് മാനിഫെസ്റ്റേഷൻ. വെറുതെ ബിസിനസ് ക്ലാസ് പറഞ്ഞിട്ട് ബിസിനസ് ക്ലാസ് അല്ലെങ്കിലും ഇത് 7 മണിക്കൂറുള്ള ജേർണിയില് ഓൾമോസ്റ്റ് ബിസിനസ് ക്ലാസ് സ്പേസ് കിട്ടിയില്ലേ. അതാണ് ദില്ല്. മാനിഫെസ്റ്റ് ചെയ്ത് റിയൽ ആക്കും. പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒക്കെ കാര്യം നടക്കും. ഓ ഇങ്ങനെ ഇരുന്നാണ് കാണാൻ പോകുന്നത്. ഇവിടെ ബാസ്നെറ്റ് വെച്ച് അത്ര അമേസ് ആയിരുന്നു. എന്റെ ചെവിയും തലയൊക്കെ പൊട്ടാറായി. ചോദിച്ച് ഇനി സുസൊന്നും പറ്റില്ല. ഇതെന്താ ഐഷോ സ്പീഡിനൊക്കെ പോലെ കാണിക്കുന്നത്? അങ്ങനെയാണ് കാണിക്കുന്നത്. സിനിമ കാണണോ? ഓക്കെ, എന്നാ പോയി സുസ് വെച്ചിട്ടോ. നമ്മുടെ ഇന്ത്യൻ സെക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റ്സ് ഒക്കെ വേറെ ലെവൽ. ആസ് യൂഷ്വൽ ഇന്ത്യയിലേക്കാണല്ലോ ഏറ്റവും മൊട്ട ഫ്ലൈറ്റ് വിടുന്നത്. ഇതിപ്പം ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് ഇട്ടുകൊണ്ട് ഇതുപോലെ TV സ്ക്രീനൊക്കെ ഉണ്ട്. ജ്യൂസും അതുപോലെ സ്നാക്സ് ഒക്കെ സ്റ്റാർട്ടറായി തരുന്നു. ഏറ്റവും ബെസ്റ്റ് ലെഗ് റൂമാണ്. ഭാഗ്യ സീറ്റ് കിട്ടിയത്. എന്തൊരു നല്ല ഫുഡാന്നറിയോ ഇത്. പ്ലെയിൻ റൈസസ്, നമ്മുടെ ഒരു ഈ കങ് പൗ ചിക്കൻ ഒക്കെ പോലത്തെ ഒരു ചിക്കനാണ്. അതുപോലെ തന്നെ ഇത് ഇവിടെ ചിക്കൻ സാലഡ്, പിന്നെ ഒരു ബണ്ണും ജിഞ്ചറിൽ ഞാൻ പറഞ്ഞു. ഡെസേർട്ട് എനിക്ക് തോന്നുന്നു ഐസ്ക്രീം ആയിരിക്കും, അതായിരിക്കും അവർ തരാത്തത്. ശരിക്കും ഉണ്ടല്ലോ ഇക്കോണമി ക്ലാസ്സിലിരുന്ന് ഇത്രയും വേഗം സമയം പോകുന്ന വേറൊരു ഫ്ലൈറ്റ് എനിക്ക് തോന്നുന്നില്ല ഉണ്ട് തന്നെ. അമേസിങ് ഫുഡ് സർവീസ്, സ്പേഷ്യസ്നെസ്, അടിപൊളി. അപ്പൊ അത് ഫൈനലി ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ച് സിനിമയും കൂടെ കണ്ടു കഴിഞ്ഞ് അടുത്തത് നെക്സ്റ്റ് സ്റ്റോപ്പ് ഷാങ്ഹായ്. സൂപ്പർ എക്സൈറ്റഡ്. സോ ഷാങ്ഹായ് നമ്മൾ ലാൻഡ് ചെയ്തു. ഈ ചൈനയുടെ എയർപോർട്ട്, നമ്മൾ ഷാങ്ഹായ് എന്ന് പറഞ്ഞാൽ അത്രയും മോഡേൺ ആൻഡ് ഡെവലപ്ഡ് സിറ്റി, വേൾഡ് മോസ്റ്റ് മോഡേൺ സിറ്റിയാണ് ഷാങ്ഹായ്. സോ
അത് വെച്ച് നോക്കുമ്പോൾ എയർപോർട്ട് ഞങ്ങളിപ്പം ഈ ഒരു ഭാഗമൊന്നും അത്രയും മോഡേൺ അല്ല. ഈ ചൈനീസ് എയർപോർട്ടിൻ്റെ ഒരു ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നു. ലൈക്ക് ദേ ആർ മോർ ഓഫ് എ ഫോം ദാൻ ഫ്ലാഷി. ലൈക്ക് ഫങ്ഷണലായിരിക്കും, ഭയങ്കര ഹ്യൂജ് ആയിരിക്കും, പക്ഷെ ഭയങ്കര ഗ്ലിറ്ററിയോ അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാമറസ് ഒന്നും ആയിരിക്കില്ല നമ്മുടെ സിംഗപ്പൂർ എയർപോർട്ടൊക്കെ പോലെ. ഇങ്ങ് കിടക്കുവാണ്, നോക്ക് എന്തോരം നടക്കാനുണ്ടെന്ന്. എവിടെ പോയി 456? അപ്പൊ നോക്കുമായിരുന്നു. എവിടെ പോയതാ മോൻ? മിസ്സായി പോകും കേട്ടാ, ഭയങ്കര വലിയ സിറ്റിയാ. അപ്പൊ എപ്പോഴും കൂടെ നടക്കണം കേട്ടാ. ബാ. ഓക്കെ. ഹായ് ഗായ്സ്, വെൽക്കം ടു ചൈന. ഇതുപോലെ ഒന്നുമില്ല കിടക്കുന്നണ്ട നീണ്ടു നിവർന്ന്. മമ്മി വന്നപ്പോ തന്നെ പറഞ്ഞ ഇതാണ് മൊത്തം ചൈന. എല്ലാം ഇങ്ങനെ പരന്ന് കിടക്കും. ഞാൻ പറഞ്ഞു പ്രിയ അപ്പുറത്തും ഇപ്പുറത്തോട്ട് നോക്കും പ്രിയ, ഇത്ര ദൂരം നമ്മൾ നടന്നു കഴിഞ്ഞു, ഇനിയും കിടക്കുന്നു. അതാണ് ചൈന. മനസ്സിലായാ? എനിക്ക് അറിവ് ടെൻഷനായി. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അപ്പൊ എല്ലാവർക്കും ഒഫീഷ്യലി വെൽക്കം ടു ചൈന. ഡാഡിയോട് പോലെ ചോദിച്ചാ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇതാരാന്ന് ചോദിച്ചു. എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ബിസിനസ് ടോക്ക് എന്ന് പറഞ്ഞു. ഓ, ബിസിനസ് ഡീലിന് വന്നിരിക്കാണ് എമ്പുരാൻ. വാ, ഇനി ലഗേജ് കിട്ടുമോ നോക്കട്ടെ. ഒന്നും ചോദിച്ചില്ല, കയ്യും വയ്ക്കാൻ പറഞ്ഞില്ല. ഇല്ല, ഫിംഗർ പ്രിന്റ് ഒന്നും വേണ്ട. മമ്മി മറ്റേ ഇന്റർനാഷണൽ ലെവലിലെ മറ്റേ സംഭവമാണ്. ഓൾറെഡി അവരുടെ ഉണ്ടല്ലോ. കൈ റെഡിയാക്കി വെച്ചോണ്ടിരിക്കാന് വിട്ടോളെ. എന്നെ കണ്ടപ്പോ അവര് പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ട് എന്താ പോവാത്തത്? നേരത്തെ വീസ ഉണ്ടല്ലോ. അതെ അതെ. അപ്പൊ പിന്നെ ചോദിക്കില്ല. ചൈനയുടെ ഒരു ഗുണം എന്താ അറിയോ? ഒരു തവണ ബസ് കിട്ടിയ പിന്നെ റിജക്ഷൻ വരാൻ കുറവാ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ സാധനങ്ങളെ വെച്ചാ. അപ്പൊ എല്ലാരും നോക്കുമല്ലോ. ഇത് കണ്ട, പ്ലീസ് മേക്ക് ഷുവർ യു ടേക്ക് ദ കറക്റ്റ് ബാഗ് എന്ന്. ദേ അപ്പുറത്ത് കണ്ട പാൻഡ പോകുന്നു. ദേ എല്ലാം ക്യൂട്ട്നെസ് ആണ്. സോ ഒരു കുഴപ്പമില്ലാതെ പെട്ടിയൊക്കെ കിട്ടി. നമ്മൾ വന്നപ്പോഴേക്കും പെട്ടിയൊക്കെ ഇറക്കി വെച്ചു. സോ ചൈനയിൽ നമ്മൾ ഈ ഷാങ്ങായിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ മാഗ്ലെവ് എന്ന് പറഞ്ഞൊരു ട്രെയിൻ കണ്ട ഇവിടെ എഴുതിയിട്ടുണ്ട്. മാഗ്ലെവ് എന്ന് പറയുന്നത് വേൾഡിലെ ഉള്ളി ഈ ഒരു മാഗ്നറ്റിക് ബേസ് ട്രെയിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ട്, ഓൾമോസ്റ്റ് മാഗ്നറ്റിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തായിരിക്കും പോകുന്നത്. ഞാൻ കേട്ടിരിക്കുന്നത് ഫാസ്റ്റസ്റ്റ് ബുള്ളറ്റ് ട്രെയിനോ അങ്ങനെ എന്തോ എന്നാണ്. പക്ഷേ അതിലിപ്പോൾ ഞാൻ പോകുന്നില്ല, മിക്കവാറും മെട്രോ എടുത്തായിരിക്കും പോകുന്നത്. കാരണം എനിക്കൊന്നും മറ്റേതാകുമ്പോൾ മാറി കയറണം. ഇത് ഒറ്റയടിക്ക് നമുക്ക് നമ്മുടെ ഹോട്ടൽ വരെ എത്താൻ പറ്റും. എന്ത് ഓർഗനൈസ് ആവുന്നുണ്ട. ഇത് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇത് നേരെ നമുക്ക് ടാക്സി, മെട്രോ എല്ലാം പോകുന്നത് ഒരു ടെർമിനലാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു ഡിഫറെന്റ് ടെർമിനല് ഫുൾ ഫോർ ദീസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. സെറ്റപ്പ് അല്ല ചൈന. ഷാങ്ഹായ് മെട്രോ കിടക്കുന്ന നോക്ക്, ആരുമില്ല. അതേപോലെ എയർപോർട്ടിൽ നമുക്ക് പോകാൻ സുഖമാണ്. ഇവിടുന്ന് 1 മണിക്കൂറുണ്ട്, അത് കഴിഞ്ഞിട്ട് ട്രെയിൻ മാറി കയറണം. എന്നാലും നമ്മൾ സിറ്റിയുടെ അടുത്ത് എത്തിയല്ലോ. ഇത് നോക്ക് കിടക്കുന്നത്. എന്തായാലും ഇത് തന്നെ നടന്ന എനിക്കൊന്ന് 1.5 കിലോമീറ്റർ കാണും, 1 കിലോമീറ്റർ കാണും. അല്ലല്ല, എയർപോർട്ടിൽ നിന്ന് ആയതുകൊണ്ടാണ് കുറവായിരിക്കും. ഇനിയിപ്പോ കയറിക്കൊണ്ടിരിക്കും. ഒരു കാര്യം പറയട്ടെ, ഈ ചൈനക്കാർക്ക് ഏറ്റവും കൗതുകമുള്ള കാര്യം എന്താ അറിയോ? ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് ചെയ്യില്ല. അന്ന് എപ്പോഴും പറയും പൂക്കളം കാണെങ്കിൽ ചൈന ബാത്റൂമിൽ പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പൂക്കളം കാണാനുള്ള ഭാഗ്യം ചൈന കാണും. ആ ചൈന സൂപ്പർ അല്ലേ? ആ മാറിയല്ലോ മൂഷാട്ട. വിഷന്ന് കഴിഞ്ഞുണ്ടല്ലോ പ്രിയ. ഞാൻ എല്ലാവരും പേർക്ക് ദില്ലുമായിരിക്കും പ്രശ്നം എന്ന്. പ്രിയ ആണ് ഭദ്രകാളി. വിശന്ന ഞങ്ങൾ ഫാമിലി മാറ്റി കയറി മെട്രോയിൽ സുഖമായിട്ട് എത്തി. ഇങ്ങനെ കുറച്ച് ബൺസൊക്കെ കഴിച്ച് റൂമിൽ പോയി ചെക്ക് ചെയ്ത് ഡിന്നർ കഴിക്കാൻ പോവാം. ഫുൾ ഡേ യാത്രയല്ലേ? ഇന്നലെ രാത്രി തുടങ്ങിയത്. എത്ര രാജ്യങ്ങൾ മാറി മാറിപ്പോയി. ഇത്രയും നേരം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഷാങ്ഹായിൽ വെളിയിൽ ഇറങ്ങുന്നത്. എങ്ങനെയുണ്ട് വെതർ? പൊളിയല്ലേ? എങ്ങനെയുണ്ട് ഡാഡി ഷാങ്ഹായിലെ വെതർ? ഇതല്ലേ നല്ല വെതർ. വാമൊന്നും വേണ്ട. എന്തിനാ വാം? ഈ വെതറിന് എന്തിനാ 22 ഡിഗ്രി? ഇവിടെ ഹാൻഡ് ഗ്ലൗസ് ഒന്നും ആവശ്യമില്ല. അപ്പൊ വാങ്ങണ ഹാൻഡ് ഗ്ലൗസ്. ആ ഗൈസ്, അപ്പൊ ഞങ്ങൾ നടന്ന് നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഏറ്റവും ഒരു അബദ്ധം എന്താ ചെയ്യാൻ പോയെന്നറിയോ? ഞങ്ങളിവിടെ ഇവിടുത്തെ ഒരു മെയിൻ സെൻറ്റർ ഏരിയ ദ ബണ്ട് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. അതാണ് ഒരു സെൻറ്റർ ഓഫ് ഷാങ്ഹായ്. സോ
സോ അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ ഒക്കെ മാറി താമസിക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം ചൈനയിൽ ഒരു 20 കിലോമീറ്റർ വലിയ ഡിസ്റ്റൻസ് അല്ലല്ലോ. പക്ഷെ പിന്നെ ഞങ്ങൾ ആലോചിച്ചത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇട്ട് നോക്കിയപ്പോൾ മെട്രോ വരെ പോകാൻ ഒരു 15 മിനിറ്റ്, ജേണി ഒരു 30 മിനിറ്റ്, പിന്നെ ഒരു അപ്പോൾ ഏകദേശം 1 മണിക്കൂർ പോകാനും വരാനും ആയി പോകും. അങ്ങനെ ലാസ്റ്റ് മൂമെന്റ് ഞാൻ ബുക്ക് ചെയ്തൊരു ഹോട്ടലാണ്. ഇത് ബണ്ടിയിൽ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ. ഇതാണ് ഹോട്ടല്. ഇതിന്റെ പേരെന്തോ ഫോർച്യൂൺ ഹോട്ടൽ എന്നെങ്ങാണ്ടാണ്. ഇറ്റ്സ് ലൈക്ക് ഓൾഡ് ഹോട്ടൽ. സോ ഭയങ്കര സെറ്റപ്പ് ഒന്നും അല്ല, പക്ഷെ ലൊക്കേഷൻ ഇസ് എവറിത്തിങ്. ലൊക്കേഷൻ ആണ് മുഖ്യം എന്ന് എനിക്ക് മനസ്സിലായി. ഷാങ്ഹായിൽ കണ്ട ഒരു പഴയ ചൈനീസ്, നമ്മുടെ നാട്ടിലെ പഴയ ചൈനീസ് റെസ്റ്റോറൻറ്റ് ഇല്ലേ, ഏകദേശം ആ ഒരു സ്റ്റൈലിലാണ് ഈ ഹോട്ടൽ ചെയ്തു വെച്ചിരിക്കുന്നത്. റൂംസും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വൃത്തിയെങ്കിലും ഉണ്ടായാൽ മതി, പെട്ടി വെക്കാനുള്ള സ്ഥലവും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഹോട്ടൽ മിനിമം എന്താ ഇത് ഒരു ഹോണ്ടഡ് ഫീൽ കാണുന്നില്ലേ? അതാ നോക്കിക്കേ, എനിക്ക് നമ്മൾ ഏറ്റവും ടോപ്പ് ഇത് ഗ്ലാസ് റൂഫ് പോലെ ഒരു റഷ്യൻ പാലസിന്റെ ഒക്കെ ഒരു ഫീലാണ്. എനിക്കൊന്ന് മിനിമം ഇതൊരു 50 വർഷം പഴക്കം കാണും മിനിമം ഈ ഹോട്ടൽ അല്ലേ? അല്ല, ഇത് ഏറ്റവും ടോപ്പ് ഫ്ലോറാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഇങ്ങനത്തെ ഒരു ലോബി 17th ഫ്ലോറിൽ നിന്നൊക്കെ. എന്തായാലും റൂം കാണിച്ചു തരാം. 7 ദിവസത്തേക്കുള്ള റൂമാണ്. റൂം നല്ല പഴഞ്ചനായിരിക്കും. Our room is 1723. Hi guys, welcome to Shanghai, China. അവസാനം എത്തിപ്പറ്റി അല്ലേ? ഇത് ഏതാണ് സ്ഥലം? ഷാങ്ഹായ് ആണ്. ഹോട്ടലിന്റെ പേര് വായയിൽ കൊള്ളാത്ത കൊണ്ടിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. ചൈനീസ് ഭാഷയിൽ എന്താണ് ഹോട്ടലിന്റെ പേര്? അതും എനിക്കും അറിയില്ല. അപ്പൊ ഇനി നമുക്ക് റൂം ടൂർ തുടങ്ങാം. എനിക്ക് കേറി വന്നപ്പോ തന്നെ ഹോട്ടൽ ഫീലിംഗ് അല്ല കിട്ടിയ, ഒരു പാലസ് കം ബുട്ടീക് ഫീലിംഗ് ആ കിട്ടിയ. എനിക്ക് പാലസ് ഫീലിംഗ് ഒന്നും കിട്ടിയില്ല, പക്ഷെ ഒരു ബുട്ടീക് ഹോട്ടൽ ഫീലിംഗ് കിട്ടിയ. ഫസ്റ്റ് ഒരു ഡോർ, ഇത് എന്തായാലും എനിക്കൊന്ന് 50-60 വർഷം പഴക്കമുണ്ട് കേട്ടാ. ഇത് ഡോറൊക്കെ ഇങ്ങനത്തെ വാൾപേപ്പർ ടൈപ്പ് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ചെറിയ ബാത്റൂം. പക്ഷെ ഇത് കണ്ട ഈ ടേബിളൊക്കെ ഒരു ഫുൾ ബുട്ടീക് ഫീൽ. ഇതെന്തിനാ ഇവിടെ കണ്ണാടി, ഇവിടെ കണ്ണാടി, പിന്നെ അവിടെയും കണ്ണാടി ഉണ്ട്. എല്ലാം ഉണ്ട്. മെയിൻ തിങ്ങിന്റെ ലൊക്കേഷൻ ആണ് കേട്ടോ ഈ ഹോട്ടലിന്റെ ലൊക്കേഷൻ. സോ ഇവിടെ ഷവർ, ക്യൂബിക്കൽ എല്ലാം ഉണ്ട്. ആൻഡ് നമ്മുടെ മെയിൻ തിങ് പെട്ടി വെക്കാൻ, അത് വേദു വരട്ടെ. അപ്പൊ കേറി വരുമ്പോ ഇവിടെ ടീ, കോഫി ഒക്കെ വെക്കാനും ചെരുപ്പൊക്കെ എല്ലാം ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ലോക്കർ ഉണ്ട് അവിടെ? ലോക്കർ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പൊ പെട്ടി വെച്ച് പൂട്ടേണ്ടി വരും. പിന്നെന്താ ലഗേജ് വെക്കാനുള്ള? ലഗേജ് വെക്കാനല്ല, അവിടെ ഇരിക്കാനുള്ളതാ. നമ്മള് ലഗേജ് വെക്കുന്നത്. പിന്നെ വലിയ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതിന്റെ മെയിൻ ഗുണം എന്താണെന്നറിയോ? പഴയ രീതി, അതാണ് റഷ്യൻ സ്റ്റൈൽ. ഇതുണ്ട ആ വിൻഡോന്റെ സൈസും സീലിംഗും ഡബിൾ സീലിംഗ് ആണ്. സീലിംഗ് ആണ്. ഒന്ന് തുറന്നു നോക്കുക വ്യൂ എന്താന്ന്. നല്ല സ്പേഷ്യസും ആണ് അല്ലേ? അത് ഫുൾ ഹൈ റൈസ് ബിൽഡിങ്സ് ആണ്. അവിടെ അടിയിൽ തന്നെ ഒരു ഫാമിലി മാർട്ട് പോലെ സെറ്റപ്പും ഉണ്ട്. എന്തായാലും വേദുനെ കൂടെ വിളിച്ച് നമുക്ക് ആ സർപ്രൈസ് കൊടുക്കാം. അതാണ് ഇവിടുത്തെ മെയിൻ അതെ, ഒരു സർപ്രൈസ് ഉണ്ട്. അല്ല, കണ്ണൊന്നും അടക്കണ്ട, വിട്. വേണ്ട, എന്താ അവന് വേദു എന്തായിരിക്കും സർപ്രൈസ്? സ്വിമ്മിംഗ് പൂളാ? ഒന്നുമല്ല. നോക്കത് പോന്നുണ്ട്. മേളില് വേദുവിന് വേണ്ടി ഒരു പ്രൈവറ്റ് റൂം വിത്ത് സ്പേസ്. സോ ഇതൊരു ഡ്യൂപ്ലേ റൂം ആണ് ഗൈസ്, ഇൻ ദ സെന്റർ ഓഫ് ഷാങ്ഹായ്. അയ്യോ, എന്താ ഫുൾ കാർപ്പറ്റഡ് ആയിട്ട് ഇതുപോലത്തെ അത്യാവശ്യം 2 പേർക്ക്, അത്യാവശ്യമല്ല 2 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ് സ്പേസും ഉണ്ട്. സൂപ്പർ അല്ലേ? ഏതോ ടബില്ല ആണിത്. എന്തായാലും ഇത് നമുക്ക് ഇനിയിപ്പോ അധികം ഒന്നും വ്ളോഗുള്ള എനർജി ഇല്ല, ഭയങ്കര ടയർഡാണ്. അപ്പൊ ഇത് നാളെ ഇന്ന് അതെ, എന്നാലും ഏകദേശം സെയിം 24 hours ആണ്. അതെ, എന്തായാലും ഒരു കിഡിലൻ സെറ്റപ്പ്, കിഡിലൻ റൂം. നമ്മൾ ഷാങ്ഹായില് 7 days ഉണ്ട്. നാളെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഷാങ്ഹായ്.
ഞെട്ടിക്കണം എല്ലാരെയും. ഓക്കെ, കോരിത്തരിക്കണോ? അതെ, കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും വരാൻ തോന്നിക്കണം. അതുപോലെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ട് കുളിച്ച് വേഗം കയറി ഉറങ്ങിക്കോ. നാളെ പൊളിക്കണം. ഓക്കെ, ഫുഡ് വേണോ? ഞാൻ 7-Eleven വല്ലതും വാങ്ങിക്കൊണ്ട് വരാം. അപ്പൊ നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ഓടിയ ആള്. ബൈ.